ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ, നല്ലൊരു സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 3 കളർ പുട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ഫ്ലാഗിൻ്റെ തീമിലുള്ള പുട്ടാണ്. നമ്മൾ നാച്ചുറലായിട്ട് കിട്ടുന്ന കളേഴ്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ആർട്ടിഫിഷ്യൽ കളേഴ്സൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, നമ്മൾ സാധാ പുട്ടിലേക്ക് ചേർക്കുന്ന. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചീരയാണ് കേട്ടോ. ചീര നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര കളേഴ്സേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ, പുറത്തുനിന്ന് ഒരു കളറ് നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു 3 ബൗളിൽ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിന് മുന്നേ നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വെള്ള കളറ് നമുക്കിപ്പോൾ ആഡ് ചെയ്യണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. അതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ക്യാരറ്റിൻ്റെ ആ ഒരു പേസ്റ്റാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് നല്ലൊരു കളർ തന്നെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇതിന്. ഈ ഒരു ക്യാരറ്റ് ഇടുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു കളറും ആഡ് ചെയ്യണ്ട. അതിനുശേഷം നമുക്ക് പച്ച കളർ ആഡ് ചെയ്യാം, അതായത് ചീര ആഡ് ചെയ്യാം. ഇതും ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് മുഴുവൻ ആഡ് ചെയ്തു കേട്ടോ ഈ ഒരു പൊടിയിലേക്ക്. അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ ആ ഒരു കളറും റെഡി ആയിട്ടുണ്ട്, പച്ചയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ള കുഴച്ചെടുക്കാം. അതായത് സാധാ പൊടി നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ്. നമ്മുടെ പൊടികളെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നിറയ്ക്കാൻ തുടങ്ങാം. നമ്മുടെ ഫ്ലാഗിൻ്റെ ഒരു കളറിലുള്ള തീം വെച്ചിട്ട് നമുക്ക് ഇത് നിറച്ച് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ കുറ്റിയിലേക്ക് ഞാൻ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പച്ച കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, പച്ചപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വീണ്ടും തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും പൊടികൾ, അതായത് വെള്ളപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ആ ഓറഞ്ച് കളറുള്ള ആ ഒരു പൊടി, ക്യാരറ്റിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിൽ വീണ്ടും തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പുട്ടിൻ്റെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ആവിയിൽ നമ്മൾ പുട്ട് വേവിച്ചെടുക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കുകയാണ്. ഇനി ഞാനിവിടെ ചിരട്ടപ്പുട്ടിൻ്റെ ഇതുണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നിറച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഡിപെൻഡൻസ് ഡേ വരുമ്പോഴും അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേ വരുമ്പോഴൊക്കെ അവർക്കും ആ ഒരു ഫീല് കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഇതും ഞാൻ വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു മണ്ടത്തരം കാണിച്ചു. മുകളിലായിരുന്നു പച്ച ഇടേണ്ടത്, പക്ഷേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ പച്ച ഇട്ടത്. അപ്പോൾ തിരിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്ലാഗ് പുട്ട് അല്ലെങ്കിൽ ട്രൈ കളർ പുട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയാണ്. നമ്മൾ നാച്ചുറലായിട്ടുള്ള കളേഴ്സ് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ, ഈ ചീര കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഈ ഒരു പുട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.